സംഗീതത്തിന്റെ ഒരു ലക്ഷ്മിയുണ്ട്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശരിക്ക് ലക്ഷ്മി. അതാണ് സംഗീതത്തിന്റെ വിജയലക്ഷ്മി, അല്ലെങ്കിൽ വൈക്കം വിജയലക്ഷ്മി. നമുക്ക് ഏറെ അഭിമാനമുള്ള കാര്യമാണ്. നമ്മുടെ വിജയലക്ഷ്മി എന്ന വിജിക്കുട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നു ഫോർ ദ ബെസ്റ്റ് സിംഗർ. ഞാൻ എത്രയോ പ്രതിഭയുള്ള കലാകാരന്മാരുമായിട്ട് കഴിഞ്ഞ 30-33 വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സിനിമയിൽ. പക്ഷെ അതിൽ ജീനിയസ് എന്ന് പറയുന്നവർ വിരളമായിരിക്കും. അതിലൊരു ജീനിയസ് നമ്പർ 1 ആണ് നമ്മുടെ വിജയലക്ഷ്മിക്കുട്ടി, അല്ലെങ്കിൽ വിജിക്കുട്ടി. എനിക്ക് വിജിക്കുട്ടി മകളെ പോലെയോ അല്ലെങ്കിൽ കുഞ്ഞനിയത്തെ പോലെയോ ഒക്കെയാണ്. അത് മാത്രമല്ല, എൻ്റെ ശിഷ്യ കൂടിയാണ്. എനിക്ക് എപ്പോഴും അഭിമാനത്തിൽ പറയാൻ പറ്റുന്നു, ഞാൻ ദക്ഷിണ തന്ന് എൻ്റെ ശിഷ്യയായ ആളാണ്. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അഭിമാനമായ നമ്മുടെ സ്വന്തം വിജിക്കുട്ടിയെ ഈ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി വെൽക്കം ചെയ്യട്ടെ. ഹായ് വിജി, നമസ്കാരം. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. ആര്യക്കുട്ടി നമസ്കാരം. നമസ്തേ ചേച്ചി. നമസ്തേ. അയ്യോ, എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ, നല്ല വിശേഷം. പക്ഷെ ചേച്ചിയുടെ അത്ര നല്ല വിശേഷം അല്ല കേട്ടോ. ഇത് സൂപ്പർ അല്ലേ? അയ്യോ, ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ വരാനായിട്ട്. അതിന് ദൈവം തന്നെ ഒരു നല്ലൊരു വഴി ഒരുക്കിയില്ലേ? അതെ, അതാണ്. അതെ, അത് നമ്മൾ ഏത് വാനക്കോണിൽ നോക്കിയാലും നമുക്ക് ഒരു അമ്പിളിയുള്ളൂ അല്ലേ? അതെ, അതെ. ആ അമ്പിളിയാണ് ഈ നിൽക്കുന്നത്. വിജിക്കുട്ടി. ഹായ്. എന്തൊരു സന്തോഷമാണ്. ചില സന്തോഷങ്ങൾക്ക് നമുക്ക് എത്ര എന്ന് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അത് അനന്തമായിട്ടുള്ള സന്തോഷങ്ങളാണ് അല്ലേ? അപ്പൊ ഈ പാട്ട് പ്രത്യേകിച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. വിജിക്കുട്ടി പലപ്പോഴും ഞാൻ പറഞ്ഞിട്ട് തന്നെ എനിക്ക് വിജിക്കുട്ടി പാടിത്തരാറുണ്ട് ഈ പാട്ട്. അതൊരു താരാട്ട് പാട്ടാണ്. നമ്മളെല്ലാം താരാട്ടി ഉറക്കുകയല്ല, താരാട്ടി ഉണർത്തുന്ന പാട്ടാണ്. അപ്പൊ ഇത് വിജിക്കുട്ടിയുടെ ജീവിതത്തിൽ തന്നെ ഒരു ഉണർത്തു പാട്ടായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒരു നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ ആർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല. അത് ശരിക്ക് അവിടെ എത്തേണ്ട ആളാണെങ്കിൽ മാത്രം എത്തേണ്ട സമയത്ത് മാത്രം എത്തുന്ന പ്രത്യേക കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് വിജിക്കുട്ടിക്ക് ഈ കൃത്യമായിട്ടുള്ള ഈ സമയത്ത് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. അതാണ് നമ്മുടെ സന്തോഷത്തിന്റെ കാരണം അല്ലേ വിജിക്കുട്ടി? ചാനൽസിലൊക്കെ ചോദിക്കുന്ന പോലെ ചോദിക്കട്ടെ, വിജയലക്ഷ്മി ഇപ്പൊ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. സോറി, വിജിക്കുട്ടി ഭയങ്കര മിമിക്രി ആർട്ടിസ്റ്റാണ്. പൊന്നു. അതെ അതെ. ഈ അഭിമാന നിമിഷങ്ങളിൽ നമുക്ക് ശരിക്കും ചേർത്ത് നിർത്തേണ്ട രണ്ടുപേരും ഇവിടെ ഈ വേദിയിലുണ്ട്. വിജിക്കുട്ടിയുടെ അച്ഛനും അമ്മയും. എത്ര പ്രതിബന്ധങ്ങളിലൂടെ സ്വന്തം മകളുടെ സംഗീതത്തെ ഇങ്ങനെ കാത്തിരുന്ന് സൂക്ഷിക്കുന്ന അച്ഛനും അമ്മയാണ്. എനിക്ക് എല്ലാ സമയങ്ങളിലും വലിയ ആദരവും സ്നേഹമാണ് അമ്മയോട് അച്ഛനും. അപ്പോൾ ഈ അവാർഡ് നിങ്ങൾക്കും കൂടി ഉള്ളതാണ് തീർച്ചയായിട്ടും അല്ലേ? നമുക്കെന്ന പോലെ അല്ലേ? വിജിക്കുട്ടി നമ്മുടെ എല്ലാവരുടെയും ആണെന്നുള്ള ഒരു സന്തോഷമാണ്. അപ്പൊ താങ്ക് യു രണ്ടുപേരും ഇന്ന് ഇവിടെ വന്നതിന്. താങ്ക് യു സോ മച്ച്. ഞാനെപ്പോഴും വിജിക്കുട്ടി കാണുമ്പോഴത്തേക്കും വെറുതെ തമാശയ്ക്ക് പറയും, അങ്ങ് വൈക്കത്തെങ്ങാണ് ഇരുന്നാ പോരെ, എന്തിനാ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കും. എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ പറയാൻ പറ്റില്ല മധു. ഇന്നിപ്പോ ഇങ്ങനെ സംഭവമില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റൂ? ചോദിച്ചാൽ നമുക്ക് മോശമാണ്. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള വിശേഷങ്ങൾ എന്താണ്? ആരൊക്കെ വിളിച്ചു, എന്തൊക്കെ പറഞ്ഞു? അപ്പൊ വിജിക്കുട്ടി എന്ത് തിരിച്ചു പറഞ്ഞു? സാറ് വിളിച്ചല്ലോ. കമൽ സാറ് വിളിച്ചു, മധുവണ്ണൻ വിളിച്ചു, ദേവാനന്ദേട്ടൻ വിളിച്ചു, വിദ്യാധരൻ മാസ്റ്റർ, TS രാധാകൃഷ്ണജി സാറ്, സുജാത മേഡം, അയ്യോ ദീപാങ്കുരൻ ചേട്ടൻ, എന്തോരം ആൾക്കാർ. അടിപൊളിയായിരുന്നു. മഞ്ജു ചേച്ചി, മഞ്ജു വാര്യർ, ശ്വേതാ മേനോൻ. ഇതെങ്ങനെ കിട്ടി വിജിക്കുട്ടി? അതെന്നെ, അതല്ല ഈശ്വരൻ തരുന്ന അനുഗ്രഹം. ജഗദീശ്വരന്റെ ദിനാവൃത്തെ പറ്റി ദേവിയുടെ ഗുരു കടാക്ഷം, അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം, ഗുരു കടാക്ഷം. കുട്ടിക്ക് ഗുരുത്തുണ്ട്. സംശയം ഗുരുത്വം നിറച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടിയാണ്. കുട്ടി ഗുരുവിനെ കുറിച്ച് പറയുന്നത് അത് പറഞ്ഞോ? ഞാനെങ്ങനെയാ ഗുരുവിനെ പറ്റി പറയുന്നത്? ന ഗുരുർ അധികം തത്വം, ന ഗുരുർ അധികം തപഃ, തത്വജ്ഞാനാത് പരം നാസ്തി, തസ്മൈ ശ്രീ ഗുരവേ നമഃ. അങ്ങനെയാണ് സാർ. ഫ്ലവേഴ്സിന്റെ ഒരു മൊമെന്റ്
നമ്മുടെ പ്രിയപ്പെട്ട വിജയലക്ഷ്മി. നമുക്ക് ഈ നിമിഷത്തിൽ ജാനകിയമ്മയും ഓർക്കാം. ജാനകിയമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു വിജിക്കുട്ടിയെ, അല്ലേ? അതെ അതെ, നമ്മുടെ മുത്തശ്ശിയായിരുന്നു, ആകപ്പാടെ മുത്തശ്ശിയായിരുന്നു സംഗീതത്തിന്റെ. ജാനകിയമ്മയുടെ ഒരു പാട്ട് പാടി തരാമോ? ആ, ജാനകിയമ്മ പാടുന്ന പോലെയാണോ? ആ, ജാനകിയമ്മ പാടുന്ന പോലെ. പാടിത്തരാം. ശാരികേ എൻ ശാരികേ മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു, മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു, ആരും കാണാതെ പൂ ചൂടി ഞാനൊന്നു പാടി, ശാരികേ എൻ ശാരികേ. എനിക്ക് വയ്യ. സൂപ്പർ. വളരെയധികം അഭിമാനകരമാണ് നമ്മുടെ വിജിക്കുട്ടി ഈ നാഷണൽ അവാർഡ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നത്. ഇനിയും ഇഷ്ടംപോലെ അവാർഡുകൾ ഇതുപോലെ ദൈവം കിട്ടാനായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു മധുചേട്ടാ. അങ്ങ് വാനക്കോണിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആ പാട്ടിന്റെ മ്യൂസിക് കമ്പോസർ ദീപു നയനാൻ തോമസ്, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അത് എഴുതിയിരിക്കുന്നത് മനു മഞ്ജിത്ത്, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഡയറക്ടർ ജിതിൻ ലാൽ സാർ, പിന്നെ അഭിനേതാക്കൾ എല്ലാവർക്കും നന്ദി, പ്രൊഡ്യൂസർക്കും നന്ദി. ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.